ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു ആഷസ് ടൈംസ്. നമ്മളെല്ലാവരും മാഗി ഉണ്ടാക്കി കഴിക്കുന്നവരാണ്. നമുക്കിന്നൊരു വെറൈറ്റി മാഗി ഉണ്ടാക്കി നോക്കാം. ഞാനിവിടെ ഒരു 2 പീസ് മാഗിയാണ് എടുത്തിരിക്കുന്നത്. 3 പാക്കറ്റ് മസാലയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കേണ്ട മറ്റു സാധനങ്ങൾ നോക്കാം. ഞാൻ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്, സോയാ സോസ് എടുത്തിട്ടുണ്ട്, 2 മുട്ട, ഒരു സവാള, 2 പച്ചമുളക്, ഒരു ക്യാരറ്റ്, ഒരു ക്യാപ്സിക്കം, ഒരു 1/4 കഷ്ണം ക്യാബേജുമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ പച്ചക്കറികളെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ സൈസിലാണ് ഞാൻ ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വരട്ടെ. നമുക്കിതിലോട്ട് മുട്ട 2 പൊട്ടിച്ചൊഴിക്കാം. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഈ മുട്ടയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ചിക്കി എടുക്കാം. നമുക്കിത് നന്നായിട്ട് ചിക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. വേറൊരു പാത്രത്തിൽ ഞാനൊരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അതിലോട്ട് നമുക്ക് മാഗി ഇട്ട് കൊടുക്കാം. ഇത് പൊട്ടിച്ച് വേണമെങ്കിലും ഇടാം, മുഴുവനായിട്ട് ഇടാം. ഞാനിപ്പോൾ മുഴുവനായിട്ടാണ് ഇട്ടേക്കുന്നത്. ഇതെല്ലാം നന്നായിട്ട് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. സ്പാറ്റില ഉണ്ടെങ്കിൽ ഒന്ന് പൊട്ടിച്ച് കൊടുക്കാം. ഇത് സാധാരണ നമ്മൾ മാഗി തിളപ്പിച്ച് വെള്ളമൊക്കെ ഊറ്റിക്കളയുന്ന പോലെ തന്നെയാണ്. ചിലർ വെള്ളത്തോട് ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാനിതിപ്പോൾ വെള്ളം മുഴുവൻ ഊറ്റിക്കളയുകയാണ്. ഇതിൻ്റെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം അതിനകത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ മാറ്റി വെച്ചേക്കുന്നതിൽ 2 പാക്കറ്റ് മസാല മാത്രം എടുത്താൽ മതി. 2 പാക്കറ്റ് മസാല ചേർത്ത് ഇതൊന്ന് ഇളക്കി മാറ്റി വയ്ക്കാം നമുക്ക്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്തോട്ട് വയ്ക്കാം. അതിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് സവാള ചേർക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ക്യാരറ്റ് അരിഞ്ഞു വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇനി പച്ചമുളകാണ് ഇടുന്നത്. അതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് ഇട്ട് കൊടുക്കാം. ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. ക്യാബേജ് ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ക്യാപ്സിക്കം ഞാനിവിടെ ചെറിയ പീസ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടേക്കുന്നത്. അതും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഈ കഷ്ണങ്ങൾക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. നമുക്കിതൊരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് പച്ചക്കറികളൊക്കെ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഞാൻ ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇടുന്നത്. ഇളക്കി ചേർക്കുക. ഒരു 1/2 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കുക. 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ചേർത്ത് ഇളക്കുക. ഇനി നമ്മൾ 1 പാക്കറ്റ് മാഗി മസാല മാറ്റി വെച്ചിട്ടില്ലേ, അത് ഇതിനകത്തോട്ടൊന്ന് തട്ടി ഇളക്കി ചേർത്ത് കൊടുക്കുക. മസാല കഷ്ണം പീസായിട്ടായിരിക്കും കിടക്കുന്നത്. നന്നായിട്ട് ചേർന്ന് വന്നിട്ടുണ്ട്. ചേർത്ത് എടുക്കണം. ഇനി നമ്മൾ ചിക്കി വെച്ചേക്കുന്ന മുട്ടയും കൂടെ ഇതിനകത്തോട്ട് ചേർത്തൊന്ന് ഇളക്കാം. ചെറുതായിട്ട് ഇളക്കിയാൽ മതി. മുട്ട ഇല്ലെങ്കിൽ കുറച്ചുകൂടെ പൊടിഞ്ഞു പോകും. ചെറുതായിട്ടൊന്ന് ഇളക്കുക. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചേക്കുന്ന മാഗി, നേരത്തെ മസാല ചേർത്ത് വേവിച്ച് മാറ്റി വെച്ചിരുന്ന മാഗി ഇതിനകത്തിട്ടൊന്ന് ഇളക്കുക. പച്ചക്കറിയൊക്കെ മേളിൽ വരുന്ന രീതിയിൽ. അധികം കുത്തി ഇളക്കണ്ട, പൊടിഞ്ഞു പോകും അത്. ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കുക. പച്ചക്കറിയൊക്കെ മേളിലോട്ട് വരട്ടെ.
ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ മാഗി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടും. നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോഴേ ഞാൻ ഫ്യൂച്ചേഴ്സിലെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. താങ്ക് യു ഓൾ.